ദൈവത്തിന് സ്തുതി. ഈ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ കാണാനിടയായി. പലരും ഇതിനോടകം അത് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ചില സുഹൃത്തുക്കൾ ഇതേക്കുറിച്ച് MJTVയുടെ പ്രതികരണം എന്താണെന്ന് ചോദിച്ചു. ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ പ്രതികരണം എന്താണെന്ന് അറിയാനുള്ള ആളുകളുടെ താല്പര്യം തികച്ചും സ്വാഗതാർഹമാണ്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സബ്ടൈറ്റിൽ ശ്രദ്ധിച്ചു. ഫ്രഞ്ച് ഭാഷയിലാണെന്ന് തോന്നുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ സഹായത്തോടെ അതൊന്ന് വായിച്ചെടുക്കാൻ ശ്രമിച്ചു. പൂർണ്ണമായും അതിൻ്റെ അർത്ഥവും ഉദ്ദേശവും എന്തെന്ന് മനസ്സിലായില്ല. എങ്കിലും അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മേ ഗോഡ് ഓൾമൈറ്റി ഹാവ് മേഴ്സി ഓൺ us, forgive us our sins. She was shocked. Allah is Akbar. They see it for the first time. Thank you Father, thank you. കാനഡയിലെ ക്യുബക്കിലുള്ള ഒരു കത്തോലിക്ക ദേവാലയത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. നബിലബ്സി എന്ന ഇസ്ലാമിക് തീവ്രവാദി എന്നാണ് ഈ വ്യക്തിയെ സമൂഹ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. വീഡിയോ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും, കുർബാന മധ്യേ വന്ന് നിന്ന ഇയാളെ വൈദികൻ ഒട്ടും അമർഷമോ നീരസമോ കാട്ടാതെയാണ് സൈഡിലേക്ക് മാറ്റി നിർത്തിയത്. ആ വൈദികൻ അതേ പറ്റൂ. കാരണം അവൻ ദിവ്യബലി അർപ്പിക്കുന്നത് അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ്. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് തോന്നിയാൽ, അവിടെ വെച്ച് ഓർത്താൽ, കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായം 23-ലും 24-ലും ഈശോ പറഞ്ഞു വെക്കുന്നതാണിത്. വൈദികനെന്ന് മാത്രമല്ല, സത്യസന്ധമായി പരിശുദ്ധ കുർബാനയിൽ കർത്താവ് ഈശോ മിശിഹ ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിച്ച് കുർബാന അർപ്പിച്ച ഒരു ക്രൈസ്തവ വിശ്വാസിക്കും ആ വ്യക്തിയോട് ആ ദിവ്യബലിക്കിടയിൽ നീരസം തോന്നിയിട്ടുണ്ടാവില്ല. മാത്രമല്ല, അയാളെ ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടിക്കാണില്ല. ഇനി ക്രൈസ്തവൻ ഈ സത്യം അറിയില്ലെങ്കിൽ ആ വന്ന സഹോദരനും ആ വ്യക്തി ചെയ്ത പ്രവൃത്തിയെ പിന്തുണയ്ക്കുന്നവർക്കും ഈ സത്യം നന്നായി അറിയാം. ഇനിയും നമ്മുടെ ദേഷ്യത്തെ അല്ലെങ്കിൽ ഈ പ്രവൃത്തിയെ ചൊല്ലിയുള്ള അമർഷത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതൊരിക്കലും ആ വ്യക്തി കാണിച്ച പ്രവൃത്തിക്കുള്ള ന്യായീകരണമായി കാണേണ്ടതില്ല. തന്നെയുമല്ല, അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ്. എങ്കിലും പാപത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ നിർത്തിക്കൊണ്ട് ഈശോ പറഞ്ഞില്ലേ, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന്. യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞവരെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും, ക്രിസ്ത്യാനി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന നാം ഓരോരുത്തരും പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ എത്ര യോഗ്യതയോടെയാണ് അതിൽ പങ്കുചേരുന്നതെന്ന് സ്വയം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ദിവ്യബലിയിൽ നാം നിൽക്കുന്നത് കുരിശിൻ ചുവട്ടിലാണോ അതോ കുരിശിനെതിരെ നിന്ന് ഈശോയെ അവഹേളിക്കുന്ന പടയാളികളുടെ കൂട്ടത്തിലാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി കാനഡയിൽ നിന്ന് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാം. നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പണവും ദിവ്യബലിയിലുള്ള പങ്കുചേരലുമെല്ലാം ഇന്നും വിശുദ്ധ കുർബാനയിൽ ഈശോ ജീവിക്കുന്നു എന്ന വിശ്വാസത്തോടെയാണോ? നാം ദിവ്യബലിയിൽ പങ്കുചേരുന്നത് ആ ഈശോയെ പുൽകുക, സ്വീകരിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തോടെയാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരെയും ഈശോയിൽ ഒന്നാക്കുന്ന ദിവ്യകൂദാശയായ പരിശുദ്ധ കുർബാനയുടെ കൂടെ ഇന്നത്തെ മാധ്യമങ്ങൾക്ക് കുർബാന തർക്കം എന്നെഴുതി ചേർക്കേണ്ടി വരികയില്ലായിരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്വയം നൊന്ത് നീറി അവസാനത്തെ തുള്ളി ചോരയും കൊടുത്ത് ഒരു ബലിവസ്തുവായി മാറുന്ന അത്ഭുത രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ദിവ്യകൂദാശ എങ്ങനെയാണ് ഒരു തർക്കമായി മാറിയത്? അതിന് നീയും ഞാനും ചേർന്ന് കണക്ക് കൊടുക്കേണ്ടി വരും എന്നുറപ്പാണ്. നമുക്ക് സ്വയം വിലയിരുത്താം ആരാണ് വലിയ തെറ്റുകാരനെന്ന്. എന്നിട്ട് പാപമില്ലാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് സ്തുതി.